അഭിഷേക് ശർമ്മ ടൂർണമെന്റിൽ 2 തവണ സംപൂജനായി മടങ്ങിയത് 2 ഓഫ് സ്പിന്നർമാർക്ക് മുന്നിലാണ്. പവർ പ്ലേ അവസാനിക്കും മുമ്പേ ടോപ്പ് ഓർഡർ പൊളിഞ്ഞു. തിലകിനെയും അഭിഷേകിനെയും മാർക്കോ യാൻസൺ കൂടാരത്തിലെത്തിച്ചു. അഭിഷേക് ടച്ചിലല്ല എന്ന് ആദ്യ പന്ത് മുതൽ തന്നെ വ്യക്തമായിരുന്നു. പന്ത് കണക്ട് ചെയ്യാൻ അയാൾ വല്ലാതെ പണിപ്പെടുന്നത് കണ്ടു. പിന്നെ യാൻസന് തലവെച്ചു കൊടുത്തു. ലുങ്കി എങ്കടിയുടെ സ്ലോവർ ബോളുകൾ പിടുത്തം കിട്ടാതെ ഇന്ത്യൻ ബാറ്റർമാർ വെള്ളം കുടിച്ചു. ഒറ്റ വിക്കറ്റ് പോലും നേടിയിട്ടില്ലെങ്കിലും അയാൾക്ക് മുന്നിലാണ് ഇന്ത്യ ഇന്നലെ ഏറ്റവും അധികം പതറിപ്പോയത് എന്ന് പറയേണ്ടി വരും. 4 ഓവർ എറിഞ്ഞ എങ്കിടി 15 റൺസാണ് ആകെ വിട്ട് നൽകിയത്. T20യിലെ ലോക 1-ാം നമ്പർ ടീമിനെതിരെ 4 എക്കോണമിയിൽ താഴെ അയാൾക്ക് പന്തറിയാനായത് അവരുടെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. സ്ലോവർ ബോളുകളെ എങ്ങനെ നേരിടണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഇന്ത്യൻ താരങ്ങളെ ഈ ലോകകപ്പിൽ പലകുറി നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത്തിരി കുഞ്ഞൻ ടീമുകൾക്കെതിരെ പോലും. ഇന്നലെ അതുപോലുള്ള 31 പന്തുകളിൽ ഇന്ത്യക്ക് സ്കോർ ചെയ്യാനായത് വെറും 27 റൺസാണ്. അതിൽ 16 എറിഞ്ഞത് എങ്കിടിയാണ്. 3 വിക്കറ്റുകൾ വീണതും സ്ലോവർ ബോളുകളിൽ തന്നെ. ഇന്ത്യ പഠിച്ച പാഠങ്ങളിൽ നിന്ന് ഇതുവരെ ഒന്നും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. അസാധ്യമെന്ന് തോന്നുന്ന പലതും മൈതാനത്ത് സാധ്യമാക്കാറുള്ള റിങ്കു സിംഗ് അവശ്യഘട്ടങ്ങളിലൊക്കെ പരാജയപ്പെടുന്നു. ഫീൽഡിൽ അയാളുടെ പ്രകടനങ്ങൾ മികച്ചതാണെങ്കിലും ആ പേര് പറഞ്ഞിനിയും എത്ര അവസരങ്ങൾ കൊടുക്കണം? തിലക് വർമ്മ തൻ്റെ സെൻസിബിൾ ഇന്നിങ്സുകൾ തുടരുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ സഞ്ജു സാംസൺ ബെഞ്ചിൽ നിസ്സഹായനായിരിപ്പുണ്ട്. നിരന്തരം വീഴുമ്പോൾ പുറത്തിരിക്കേണ്ടി വരുമെന്നതൊക്കെ ശരി തന്നെ. നിരന്തരം വീണു പോകുന്ന പലർക്കും ലഭിക്കുന്ന പരിഗണന അയാൾക്ക് ലഭിക്കാറുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കെതിരെ മികച്ച റെക്കോർഡുകളുള്ള സഞ്ജുവിനെ തിരികെ കൊണ്ടുവരുമോ എന്നാണ് മാധ്യമപ്രവർത്തകർ സ്കൈയോട് ചോദിച്ചത്. തിലകിനും അഭിഷേകിനും പകരമാണോ സഞ്ജുവിനെ തിരികെ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ച ശേഷം അയാളുടെ മുഖത്ത് വിടർന്ന ആ ചിരി ഇന്നലെ കളിക്ക് ശേഷം ആരും കണ്ടില്ല. റയാൻ ടെൻഡോഷറ്റിന് കാര്യങ്ങളുടെ കിടപ്പുവശം ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. കളിച്ച 5-ൽ 4 മത്സരങ്ങളിലും എതിരാളികൾ പവർ പ്ലേയിൽ തന്നെ ഞങ്ങൾക്ക് ഓഫ് സ്പിൻ കടിയൊരുക്കിയിട്ടുണ്ട്. അതും ആദ്യ ഓവറിൽ തന്നെ. വിക്കറ്റുകൾ നേടി അവർ തങ്ങളുടെ സ്ട്രാറ്റജികൾ ശരിയാണെന്ന് തെളിയിച്ചു. 2 ഓപ്ഷനുകൾ ഞങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. ഒന്നുകിൽ ഇതേ ടീമിൽ തന്നെ ഉറച്ചു നിൽക്കാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡറായ സഞ്ജുവിനെ ടോപ്പ് ഓർഡറിലേക്ക് തിരികെ കൊണ്ടുവരാം. ചർച്ചകൾ നടക്കുന്നു. ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് പറഞ്ഞു നിർത്തി. ഇനിയിപ്പോൾ വിന്നിംഗ് കോമ്പിനേഷൻ എന്നൊരു ന്യായം പറയാനില്ലല്ലോ. സിംബാബ്വേയും വിൻഡീസും നിലവിലെ സാഹചര്യത്തിൽ ചെറിയ കടമ്പകളല്ല. പിഴവുകൾ അടക്കട്ടെ. ടീം ഇന്ത്യ തിരിച്ചു വരട്ടെ.